അൺഫിൽറ്റർഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുട്ടി എന്നോട് കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് ഏരിയാസിൽ ഉണ്ടാവുന്ന ഡാർക്ക്നെസ്സിനും ബാഡ് ഓർഡറിനും അതുപോലെ ഇറിറ്റേഷനൊക്കെ കാരണം എന്താണ്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി ഇത് 2 വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും, കാരണം ഡാർക്ക്നെസ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന ബാഡ് ഓർഡറിനെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. കാരണം എല്ലാം കൂടെ ഒന്നിലാവുമ്പോൾ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഡാർക്ക്നെസ് ഉണ്ടാവുന്നത് നമ്മളുടെ ജെനൈറ്റൽസിൽ. അതിപ്പോൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും മറ്റ് ബോഡി പാർട്സിനെ വെച്ച് നോക്കുമ്പോൾ ജെനൈറ്റൽസ് കുറച്ചുകൂടി ഡാർക്കർ ആയിരിക്കും അല്ലേ? എല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് റീസൺ എന്താണ്, അല്ലെങ്കിൽ അത് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അത് നോർമൽ ആണോ, അതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ പോയാലോ. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ഈ നമ്മുടെ ജെനൈറ്റൽസ് ഡാർക്കർ ആവുക എന്ന് പറയുന്നത്, അതായത് നമ്മൾക്കൊരു നോർമൽ സ്കിൻ ടോൺ ഉണ്ട്, അതിൽ നിന്ന് കുറച്ചുകൂടി ഡാർക്കറായി മാറിയിട്ടായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും ജെനൈറ്റൽസ് ഉണ്ടായിരിക്കുക. അത് ക്വൈറ്റ് നോർമൽ ആണ്. അതായത് ഇപ്പോൾ ബോയ്സിന്റെ ആണെങ്കിലും ഗേൾസിന്റെ ആണെങ്കിലും മറ്റു ബോഡി പാർട്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡാർക്കർ ആയിരിക്കും നമ്മളുടെ ജെനൈറ്റൽസ്, അതായത് പ്രൈവറ്റ് ഏരിയാസ്. അത് ക്വൈറ്റ് നോർമൽ ആയിട്ടുള്ള സംഭവമാണ്. അതിൽ എന്തെങ്കിലും ഒരു മോശം ഫീൽ വരാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. മിക്ക ടീനേജേഴ്സിനായിരിക്കും ഇതിനെപ്പറ്റി ഭയങ്കര കൺസേൺ ഉണ്ടായിരിക്കും. അതായത് എൻ്റെ മാത്രമാണോ ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ ഇങ്ങനെ, എന്താ എൻ്റെ മറ്റു ബോഡി പാർട്സ് ഒക്കെ അത്യാവശ്യം കളർ ഉണ്ടല്ലോ, എന്തുകൊണ്ട് അവിടെ മാത്രം അത്ര കളറില്ല, അങ്ങനെയുള്ള കുറേ തിങ്കിങ് ഉണ്ടാവും. മാത്രമല്ല അവർക്ക് ഇത് ആരോട് ചോദിക്കാനും പറ്റില്ല. കാരണം ഇപ്പൊ എത്ര തന്നെയായാലും നമ്മൾക്ക് ചിലപ്പോൾ ആ ഒരു പ്രായത്തിൽ, ഒരു ടീനേജ് ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഓപ്പൺ അപ്പ് ആയിട്ട് ആരുടെയും ചോദിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും, അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ടീനേജേഴ്സിന് മാത്രമേ ഇങ്ങനൊരു കൺസേൺ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാർക്കും ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരിക്കും. ഇപ്പൊ കല്യാണമൊക്കെ ആവാറായി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു, അപ്പൊ അവർക്കൊക്കെ തോന്നുന്നുണ്ടാവും എൻ്റെ ബോഡി പാർട്ട്, അതായത് എൻ്റെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ കുറച്ചുകൂടി ഡാർക്ക് ആണല്ലോ, അത് ബുദ്ധിമുട്ടാവോ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർക്ക് അത് ബുദ്ധിമുട്ടാവോ, അങ്ങനെയുള്ള തോട്ടൊക്കെ വരാനുള്ള സാധ്യത അഡൾട്ട്സിനും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അത് വളരെ നോർമൽ ആണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ കൺസേൺ വരാൻ ഉണ്ടാക്കുന്ന മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ഒന്ന് നമ്മളിങ്ങനെ തിങ്ക് ചെയ്യും, നമ്മുടെ ബോഡി പാർട്സ് അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അങ്ങനെയാണോ അതോ എനിക്ക് മാത്രമാണോ അങ്ങനെയെന്നുള്ള ഒരു തിങ്കിങ് വരും. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, വല്ല അഡൾട്ട് വീഡിയോസ് കാണുന്ന സമയത്ത് അതിനകത്തൊക്കെ വളരെ ബോഡി കളറുമായിട്ട് അതേ മാച്ച് ആയിട്ടുള്ള കളറൊക്കെ ആയിട്ടുള്ള ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കും അപ്പം നമുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ, അപ്പോൾ അതല്ലേ അപ്പം നോർമല്, അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണല്ലോ, അപ്പം എനിക്ക് എന്തുകൊണ്ട് ഡാർക്കായി അങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും വൃത്തിക്കുറവാണോ അങ്ങനെ ആവാൻ കാരണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, അങ്ങനത്തെ അഡൾട്ട് മൂവീസ് കണ്ടിട്ടൊന്നും ഒരിക്കലും നമ്മൾ എന്ത് വിചാരിക്കരുത് അതാണ് റിയൽ. അത് ഏത് കാര്യത്തിലായാലും അതാണ് റിയൽ എന്നൊന്നും വിചാരിക്കരുത്. അതിനകത്ത് ഒരുപാട് ഇപ്പൊ അതിൽ കാണിക്കുന്ന സീൻസ് ആയാലും അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന കളറായാലും എല്ലാം എന്താണ്, കുറേയൊക്കെ ആർട്ടിഫിഷ്യൽ ആണ്. സോ നമ്മൾ ഒരിക്കലും അത് വെച്ചിട്ട് നമ്മളുടെ ബോഡീനെ ജഡ്ജ് ചെയ്യാനേ നിൽക്കരുത്. പിന്നെ അങ്ങനത്തെയൊക്കെ ഓരോ കൺസേൺ വെച്ചിട്ട്, അതിപ്പോൾ അഡൾട്ട് ആണെങ്കിലും ശരി, അതുപോലെ ടീനേജേഴ്സ് ആണെങ്കിലും ശരി, അങ്ങനെ എൻ്റെ ഡാർക്കറാണ് അതുകൊണ്ട് അത് എങ്ങനെയും വെളുപ്പിക്കണം എന്ന് കരുതി എന്തെങ്കിലും മുഖത്ത് തേക്കുന്ന ഫെയർനെസ് ക്രീമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെളുക്കാനുള്ള വൈറ്റനിങ് ക്രീമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കുകളോ അങ്ങനെയൊക്കെ വേഗം കയറി പ്രൈവറ്റ് ഏരിയാസിൽ, അതിപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഉണ്ടാവും, പ്രൈവറ്റ് ഏരിയാസിൽ അപ്ലൈ ചെയ്യാനേ നിൽക്കരുത്. അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമേ ചെയ്യുള്ളൂ. ഗുണം ചെയ്യാനേ പോകുന്നില്ല, ദോഷം മാത്രമേ ചെയ്യുള്ളൂ. സോ അങ്ങനെയൊന്നും ആരും ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നോക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഇത് മാറ്റാൻ എന്തെങ്കിലും ചെയ്യണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് പ്രൈവറ്റ് ഏരിയാസ് ഡാർക്കറായി മാറുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാം, ടെമ്പററി ആയിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് ഡാർക്കർ ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് കിടക്കുന്ന സമയത്ത്, സെക്ഷലി അറോസ് ആവുന്ന സമയത്ത് അങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ ജെനൈറ്റൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയാസ് കുറച്ച് ഡാർക്കറായി മാറും. അത് ടെമ്പററി ആണ്. ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടെ ആ ഡാർക്ക്നെസ്, അതായത് നമുക്ക് നോർമലായിട്ട് ഒരു ഡാർക്ക് കളർ ഉണ്ടാവുമല്ലോ,
ആ ഡാർക്ക്നെസ്സിലോട്ട് തിരിച്ചു വരും. അതിനേക്കാൾ ഡാർക്കർ ആവും, അത് കഴിഞ്ഞ് ആ ഡാർക്ക്നെസ്സിലോട്ട് തന്നെ തിരിച്ചു വരും. അപ്പൊ അത് ടെമ്പററി ആയിട്ടുണ്ടാവുന്ന ഒരു ഡാർക്ക്നെസ് ആണ്. ഇനി വേറെ പല രീതികളിലും നമ്മളുടെ പ്രൈവറ്റ് ഏരിയാസ് ഡാർക്കർ ആവും. അതായത് നോർമൽ കണ്ടീഷനിൽ ഡാർക്കർ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാൻ പോകുന്നത്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള നമ്മളുടെ ബോഡിയാണോ ഇപ്പോൾ? അല്ലല്ലോ, ഒരുപാട് ചേഞ്ചസ് വന്നില്ലേ? അതായത് നമ്മളുടെ അപ്പിയറൻസിലായാലും എല്ലാ കാര്യത്തിലും ഒരുപാട് ചേഞ്ചസ് വന്നു. കാരണം എന്താ? നമ്മൾ വളരും തോറും നമുക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ ചേഞ്ചസ് സംഭവിക്കുന്നത്. നമ്മൾ പ്യൂബർട്ടിയിലേക്ക് എത്തുന്നത് വരെയും നമ്മളുടെ എല്ലാ ഭാഗത്തെയും സ്കിൻ ടോൺ ഒരേപോലെ ആയിരിക്കും. പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കും. ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, പ്യൂബിക് ഹെയർ ഫോർമേഷൻ, അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതിലൊന്ന് മാത്രമാണ് നമ്മളുടെ പ്രൈവറ്റ് ഏരിയാസ് ഡാർക്കായി മാറുന്നു എന്നുള്ളത്. അതായത് പ്യൂബർട്ടി ടൈമിൽ നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്വൈറ്റ് നോർമലാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റും പ്യൂബിക് ഹെയർ ഫോർമേഷനും അതുപോലെ ബോയ്സിലാണെന്നുണ്ടെങ്കിൽ സൗണ്ട് കുറച്ചുകൂടെ ഹാർഡായി മാറുന്നതും എല്ലാം അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ സമയത്ത്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ശരീരം എപ്പോഴും ഡാർക്കർ ആവുന്നത് മെലാനിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്ന സമയത്താണ് ശരീരം ഡാർക്കറായി മാറുന്നത്, അല്ലെങ്കിൽ സ്കിൻ ഡാർക്കറായി മാറുന്നത്. അതേപോലെ തന്നെ സെക്സ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്ന സമയത്ത് മെലാനിൻ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഇൻക്രീസ് ആവുകയും അങ്ങനെ നമ്മളുടെ ജെനൈറ്റൽസും പ്രൈവറ്റ് ഏരിയാസും ഒക്കെ എന്തായി മാറും? ഡാർക്കറായിട്ട് മാറും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിന് പല മാറ്റങ്ങളും സംഭവിക്കും അല്ലെ? നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള പോലെയാണോ ഇപ്പോൾ ഉള്ളത്? അല്ല, ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നു, ഒരുപാട് ചേഞ്ചസ് വന്നു. ഫിസിക്കൽ അപ്പിയറൻസ് ആയാലും എല്ലാ രീതിയിലും നമ്മൾ മാറിയില്ലേ? അതേപോലെ തന്നെ വളരും തോറും നമ്മളുടെ ശരീരത്തിന് ചേഞ്ചസ് വരുന്നത് പോലെ തന്നെ ഇതേപോലെ പല കാരണങ്ങൾ കൊണ്ടും നമ്മളുടെ പ്രൈവറ്റ് ഏരിയാസും ഡാർക്കറായിട്ട് മാറും. പിന്നെ അതുപോലെ പ്രഗ്നന്റ് ലേഡീസിലും ഉറപ്പായിട്ടും അവിടെയും ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് അല്ലെ? പ്രഗ്നന്റ് ലേഡീസിൽ ആ റീസൺ കൊണ്ട് പ്രഗ്നന്റ് ലേഡീസിലും പ്രൈവറ്റ് ഏരിയാസ് ഡാർക്കറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടെന്നല്ല, മാറും. ഇനി വേറൊരു റീസൺ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഭാഗം ഡാർക്കറായിട്ട് മാറും. അതായത് നമ്മൾ നോർമലായിട്ട് പാൻറ്റീസ് ഇടുന്നു, പാൻറ് ഇടുന്നു, അങ്ങനെയാണ് നമ്മൾ നടന്നു പോകുന്നത് അല്ലേ? അപ്പൊ ആ സമയത്ത് തുണിയായിട്ടൊക്കെ കൂട്ടി ഉറഞ്ഞിട്ടായാലും അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ തൊടയായിട്ട് കൂട്ടി ഉറഞ്ഞിട്ടായാലും അവിടെ ഫ്രിക്ഷൻ സംഭവിക്കുകയാണ്. ആ ഫ്രിക്ഷൻ കാരണം എന്ത് സംഭവിക്കാം? ആ ഭാഗം ഡാർക്കർ ആവും. ഓക്കെ, ഫ്രിക്ഷൻ വരുമ്പോഴും അതുപോലെ നമ്മളുടെ പ്രൈവറ്റ് ഏരിയാസ് ഡാർക്കറായിട്ട് മാറുന്നുണ്ട്. തുണിയായിട്ടായാലും അല്ലെങ്കിൽ സ്വന്തം ശരീരമായിട്ട് തന്നെ കൂട്ടി ഉറഞ്ഞിട്ടായാലും ഫ്രിക്ഷൻ സംഭവിക്കുന്നു, അങ്ങനെ ഡാർക്കറായി മാറുന്നു. ഈ 4 കാരണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളുടെ സ്കിന്ന് ഡാർക്കർ ആവാനുള്ള കാരണം. പ്രൈവറ്റ് ഏരിയാസിലെ സ്കിന്ന് ഡാർക്കർ ആവാനുള്ള കാരണം ക്വൈറ്റ് നോർമലാണ്. ഇതിലൊന്നും അബ്നോർമലായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇനി ഇത് നമുക്ക് തോന്നുകയാണ് നമുക്കൊന്ന് ലൈറ്റർ ആക്കണം, അതായത് ഈ സ്കിൻ ഇങ്ങനെ പറ്റില്ല, കുറച്ച് ലൈറ്റർ ആക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് റെമഡീസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കണ്ട പാക്ക് എടുത്തിടുക, ക്രീം എടുത്തിടുക, അങ്ങനെയല്ല. വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ നല്ലോണം കാശ് മുടക്കി നിങ്ങൾക്ക് ഇതിനു വേണ്ടി നിങ്ങൾ അത്യാവശ്യം കാശ് മുടക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലെ ഡാർക്ക്നെസ് ഇല്ലാതെയാക്കി നമ്മുടെ നോർമൽ സ്കിൻ ടോണിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. എന്തൊക്കെയാണെന്നല്ലേ? ലേസർ ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീൽ, ബ്ലീച്ചിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്, അതൊക്കെ വളരെ സയന്റിഫിക് ആയിട്ടാണ് കേട്ടോ, അല്ലാതെ നമ്മൾ തോന്നിയ കണക്ക് ചെയ്യല്ല. അതുപോലെ തന്നെ ഈ ബ്ലീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാൻസി സ്റ്റോറിലൊക്കെ ഫെമിന്റെയും ഒക്കെ ബ്ലീച്ച് കിട്ടും ഫേസിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒന്നും സാധനം വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? നമ്മുടെ പ്രൈവറ്റ് പാർട്സ് വെളുപ്പിക്കാൻ നോക്കരുത്. ദോഷേ ചെയ്യുള്ളൂ. ദോഷം എന്നല്ല, വളരെ ബുദ്ധിമുട്ടേ ഉണ്ടാക്കുള്ളൂ. സോ വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അങ്ങനത്തെ മെത്തേഡ്സ്, അത് വളരെ കോസ്റ്റ്ലി കൂടെയാണ്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഈ അഡൽട്ട് വീഡിയോയിലൊക്കെ കാണുമ്പോൾ അവിടെ നല്ല വൈറ്റ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ഭയങ്കര സ്കിൻ ടോണുമായിട്ട് മാച്ച് ആവുന്ന കളർ കാണുന്നത് എന്തുകൊണ്ടാണ്? അവർ ഇതുപോലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേസർ ട്രീറ്റ്മെന്റോ ഒക്കെ ചെയ്തിട്ടാണ് അവർ ആ ഒരു സ്കിൻ ടോണിലോട്ട് കൊണ്ടുവരുന്നത്. കാരണം അത് അവർക്ക് ആവശ്യമാണ്, അവരുടെ ജോലിയുടെ ഭാഗമാണത്. അതുകൊണ്ടാണ് അവർ ആ ഒരു സ്കിൻ ടോണിലോട്ട് കൊണ്ടുവരുന്നത്. അത് കണ്ടിട്ട് ഒരിക്കലും എന്ത് തെറ്റിദ്ധരിക്കരുത്, അതാണ് നോർമൽ, നമ്മളുടേത് എന്തോ അബ്നോർമൽ ആയിട്ടുള്ള സംഭവമാണെന്ന് ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. വളരെ നോർമൽ ആയിട്ടുള്ള സംഭവമാണ് എന്ത്? നമ്മളുടെ പ്രൈവറ്റ് പാർട്സ് ഡാർക്കറായി ഇരിക്കുക എന്നുള്ളത് വളരെ 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 നോർമൽ ആയിട്ടുള്ള സംഭവമാണ്. അതിനകത്ത് മടിയോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കുറവ് കാരണമാണോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്.
അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ പ്രൈവറ്റ് പാർട്സ് എന്തുകൊണ്ട് ഡാർക്കർ ആവുന്നു എന്നുള്ളതിന്റെ റീസണും അതിന്റെ റെമഡീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് സ്മെല്ലിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇറിറ്റേഷന്റെ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നില്ല, കാരണം അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ലെങ്തി ആയിപ്പോകും, കാണുന്നവർക്കും ബോറടിക്കും, വീഡിയോ എടുക്കുന്ന എനിക്കും എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ബോറാവുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു പാർട്ടായിട്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത പാർട്ടിൽ ബാഡ് ഓർഡറിനെ പറ്റിയിട്ടും ഇറിറ്റേഷനെ പറ്റിയിട്ടുള്ള വളരെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തിനേലും പറ്റിയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ സൗണ്ടിലൊക്കെ ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പുറത്ത് വാഹനങ്ങളൊക്കെ പോകുന്നതിൻ്റെ സൗണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് അടുത്ത വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.